ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര? 2. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര? 2. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം? പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം? പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മിയുടെ കർത്താവ്? പണ്ഡിറ്റ് KP കറുപ്പൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഫസൽ അലി. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ? മുഖ്യമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ? മുഖ്യമന്ത്രി. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല? ആലപ്പുഴ. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല? ആലപ്പുഴ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ? മേധ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ? മേധ. കല്ലുമാല സമരം നടന്ന സ്ഥലം? പെരിനാട്. കല്ലുമാല സമരം നടന്ന സ്ഥലം? പെരിനാട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്? ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്? ഗവേണൻസ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? അട്ടാരി, പഞ്ചാബിലാണത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? അട്ടാരി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്?
പാമ്പാടും ചോല. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്. പാമ്പാടും ചോല. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. രാമകൃഷ്ണ മിഷൻ. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ്. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ്. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. സിക്കിം, ടിബറ്റ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. സിക്കിം, ടിബറ്റ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? 8°4 വടക്ക്, 37°6 വടക്ക്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? 8°4 വടക്ക്, 37°6 വടക്ക്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. റോഹ, മംഗലാപുരം. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. റോഹ, മംഗലാപുരം. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? 14444. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? 14444. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്ര? 8. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്ര? 8. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏതു സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? നോവൽ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏതു സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? നോവൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. രാഷ്ട്രപതി. വേല ചെയ്താൽ കൂലി വേണം, ഈ മുദ്രാവാക്യം ഉയർത്തിയതാര്? വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി വേണം, ഈ മുദ്രാവാക്യം ഉയർത്തിയതാര്? വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. കെ കേളപ്പൻ. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. കെ കേളപ്പൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. അമരാവതി. ചേറ്റൂർ ശങ്കരൻ നായർ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കു തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം? അമരാവതി സമ്മേളനം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവ്? തലക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യർ നേതാവ്? തലക്കൽ ചന്തു. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം? മൊറാഴ സമരം. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം? മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര്? ഗാന്ധിജി. നയി താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര്? ഗാന്ധിജി. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ദീനബന്ധു മിത്ര. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? സാരാനാഥ്. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? സാരാനാഥ്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർന്ന ഭാഗമേത്? മൗലിക കടമകൾ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗമേത്? മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? D.K. കാർവെ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? D.K. കാർവെ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം? ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം? ആന. മംഗളവനം പക്ഷി സങ്കേതം ഏതു നഗരത്തിലാണ്? എറണാകുളം. മംഗളവനം പക്ഷി സങ്കേതം ഏതു നഗരത്തിലാണ്? എറണാകുളം. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടലേത്? അറബിക്കടൽ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടലേത്? അറബിക്കടൽ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ലയേത്? കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ലയേത്? കണ്ണൂർ. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും
ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. ലോകായുക്ത. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം? മാൻഹോൾ. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം? മാൻഹോൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനസ്ഥലം? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനസ്ഥലം? ചെമ്പഴന്തി. മിശ്രവിവാഹത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചതാര്? വി.ടി. ഭട്ടതിരിപ്പാട്. മിശ്രവിവാഹത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചതാര്? വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏത്? തിസ്ത. ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏത്? തിസ്ത. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരി പാതയാണ്? 6 വരി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എത്ര വരി പാതയാണ്? 6 വരി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു? തോറിയം. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു? തോറിയം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗന്തി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗന്തി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം? S.L. നാരായണൻ. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം? S.L. നാരായണൻ. കേരള സംസ്ഥാന കായിക ദിനം? ഒക്ടോബർ 13. കേരള സംസ്ഥാന കായിക ദിനം? ഒക്ടോബർ 13. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.